മിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, പ്രിയ സ്നേഹിതരെ, ഒരു ചരിത്ര സംഭവം അനുസ്മരിക്കാനും ഒരു സന്ദേശവും ചിന്തയും പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. 1912 ഏപ്രിൽ മാസം 13-ാം തീയതി, അതൊരു ശനിയാഴ്ചയായിരുന്നു. ടൈറ്റാനിക് കപ്പലപകടത്തിൻ്റെ 2 ദിവസം മുൻപ് വിശുദ്ധ എവുപ്രാസ്യമ്മ താമസിച്ചിരുന്ന ഒല്ലൂര് മഠത്തിൻ്റെ നേരെ ഏതാനും മദ്യപരായ വ്യക്തികൾ, അതും പാതിരയോടടുത്ത സമയത്ത്, മഠത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറി. അവരാരാണെന്നല്ലേ? പാലപ്പിള്ളിയിലെ മുപ്പിളി എസ്റ്റേറ്റിൽ റബ്ബർ ടാപ്പിംഗ് നടത്തിയിരുന്ന യൂറോപ്യന്മാരായ 4 പേര് തൃശ്ശൂർ പോയി മൂക്കറ്റ മദ്യപിച്ച് കാറിൽ മടങ്ങുന്ന നേരത്ത് 2 പേര് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് കാറിൽ തന്നെ കഴിഞ്ഞു. 2 പേരാണ് മഠത്തിലേക്ക് അതിക്രമിച്ച് കയറി. നിശയുടെ നിശബ്ദതയിൽ എല്ലാവരും നല്ല ഉറക്കത്തിൽ. ആ സമയത്ത് മഠത്തിൻ്റെ വാതിലിൽ തട്ടും മുട്ടും ബഹളവും. ഒരു സിസീലിയ സിസ്റ്ററും വേലക്കാരിയായിരുന്ന ഒരു റോസ ചേടത്തിയും ചെന്ന് ഇവർ വന്നതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിച്ചപ്പോൾ അവര് അസഭ്യം പറഞ്ഞു വാതിൽ ചവിട്ടി പൊളിക്കും എന്ന ഘട്ടത്തിലേക്ക് വന്നു. അന്നേരം ഒരു സിസ്റ്റർ നാട്ടുകാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ മഠത്തിൻ്റെ കൂട്ടമണിയടിച്ചു. ആ സിസ്റ്റർ മറ്റാരുമല്ല, എവുപ്രാസ്യമ്മ തന്നെയായിരുന്നു. പതിവില്ലാത്ത സമയത്ത് ഈ മണിയടിക്കുന്നതും കേട്ട് അയൽവാസികൾ ഓടിക്കൂടി ഈ യൂറോപ്യന്മാരെ കൈകാര്യം ചെയ്തു. കേസ് അഭിവന്ധ്യ ജോൺ മേനാച്ചേരി പിതാവിൻ്റെ കച്ചേരിയിലെത്തി. അദ്ദേഹം തൻ്റെ നിവേദനം ഈ മഠത്തിനു വേണ്ടി, ഈ പാശ്ചാത്യർക്ക് എതിരെ കൊച്ചി ദിവാന് സമർപ്പിച്ചു. കൊച്ചി ദിവാൻ SP-ക്ക് കേസ് അന്വേഷണം ചുമതലപ്പെടുത്തി. മറ്റു കോടതി നടപടികളൊക്കെ, അതിപ്പോൾ ഇവിടെ പ്രസക്തമോ വിശദീകരിക്കേണ്ട വിഷയവുമോ അല്ലല്ലോ. ഒരു കാര്യം മാത്രം ഊന്നി പറയാനാണ് ഞാൻ ഈ സംഭവം അവതരിപ്പിക്കുന്നത്. താൻ താമസിക്കുന്ന മഠവും അവിടെയുള്ള സന്യാസിനി സഹോദരിമാരും സുരക്ഷിതരാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അന്ന് അവിടെ താമസിച്ചിരുന്ന എവുപ്രാസ്യമ്മ ആ കൂട്ടമണിയടിച്ചത്. ആ മണിയടിച്ചതിൻ്റെ അർത്ഥം മദ്യപരുടെ ആക്രമണങ്ങളിൽ നിന്ന്, അധിനിവേശത്തിൽ നിന്ന് ഈ മഠത്തെ, ഇവിടെ താമസിക്കുന്നവരെ രക്ഷിക്കണമേ എന്ന് മുറവിളി കൂട്ടിയതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കുക. ഏറ്റവും നന്നായി ആഘോഷിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചത് ഒരു പക്ഷേ ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ്. അവർ കാണിച്ച ഉത്സാഹം എന്താണ്? മുൻ കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച് ആ ഒരു കാര്യത്തിൽ യാതൊരു കുറവും സംഭവിക്കരുതെന്നാണ് അവർ ഉറപ്പുവരുത്തിയിട്ടുള്ളത്. മദ്യവും അതുപോലുള്ള പാനീയങ്ങളും ഇവിടെ സുലഭമാക്കിക്കൊണ്ട് കേരള സംസ്കാരത്തെ ഇവർ അതിക്രമിക്കുക ചെയ്യുന്നത്. മദ്യം എന്നൊക്കെ പറയുന്നത്, കള്ള് പ്രത്യേകിച്ചും, ഒരു മധുരപാനീയം പോലെയാണ്. അത് ഭക്ഷണത്തിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്, അത് പോഷകദായകമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ സനാതനമായി വിലയിരുത്തുന്ന മൂല്യങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്യണത്. ഈ ആഘോഷം കഴിയുമ്പോൾ വരുന്ന കണക്കുകൾ എത്ര കോടികളുടേതാണെന്ന് മാധ്യമങ്ങൾ നോക്കിയിരിക്കുകയാണ്. മദ്യവിമുക്ത സഭയും സമൂഹവും എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ അതിരൂപതയിൽ മദ്യവിരുദ്ധ സമിതിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ നേരെയും മദ്യപരും മയക്കുമരുന്ന് വിതരണക്കാരും ഈ അധോലോക മാഫിയ ലഹരി സംഘങ്ങളും എല്ലാം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. അടുത്ത തലമുറയ്ക്കെതിരെയാണ് ഈ എല്ലാ ആക്രമണങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത്. അന്നേരം മഠങ്ങളും ആശ്രമങ്ങളും പള്ളികളും സുരക്ഷിതമാക്കണേ എന്നും പറഞ്ഞ് മണിയടിച്ച പോരാ. ഈ സമൂഹം മുഴുവനും രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ലഹരിയുടെ ഉൽപാദനവും വ്യാപനവും വിതരണവും ഇല്ലാതെയാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മണിയടി മുഴക്കാനും അത് വിളിച്ചു പറയാനും അതിനുവേണ്ടി മുറവിളി കൂട്ടാനും വിശുദ്ധ എവുപ്രാസ്യമ്മ കാണിച്ച മാതൃകയുണ്ടല്ലോ. നമ്മുടെ സന്യസ്ത സഹോദരിമാരും സഹോദരന്മാരും നമ്മൾ ഒന്നടങ്കം ഈ വലിയ വിപത്തിനെതിരെ ഈ ലഹരി വിമുക്തമായൊരു സമൂഹമുണ്ടാകണമെന്ന് വിളിച്ചു പറയുന്ന കൂട്ടമണി എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കാനും ഇത് ശബ്ദിക്കാനും ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഭാഷ സർക്കാരിൻ്റെ നേരെ പുലർത്താനും ഈ നല്ല ദിവസം എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥ സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.